സീരിയലിലൊക്കെ പറയുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും. ഞാനൊരു കാര്യം പറയാം. അതില് ഇപ്പോ നമ്മൾ ഗ്യാങ് ഫോം ആയില്ല. ഗ്യാങ് ഫോം ആവത്തതിൽ ആക്ച്വലി എല്ലാവരുടെ അടുത്തും മിസ്റ്റേക്ക് ഉണ്ട്. അതിൽ മിസ്റ്റേക്ക് ഇല്ല എന്ന് പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് നമ്മളെ ഗ്യാങ്ങിലെ. ഫുൾ ടൈം ഇതുണ്ടോ ഈ സാധനം, ഈ ലക്ഷണം കെട്ടി സത്യം പറയാലോ, ഫുൾ ടൈം ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത കുറച്ച് പേരുണ്ട് നമ്മളതിൽ. അവിടെ കിക്കിന്റെ ലോഗോ അടക്കം പോയിടാ എന്ത്. റെക്സ്, പിന്നെ അതേപോലെ സൗണ്ട് കുറവാണോ? ഹലോ 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 ഹലോ, സൗണ്ട് ലോ ആണോ? നോക്കിയ, റെക്സ്, ജെ ജെ, സക്കായി, അങ്ങനെ കുറച്ച് പേര് ഫുൾ ടൈം ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തത് ഉണ്ടായിരുന്നു കുറച്ച് പേര്. അവർക്കൊക്കെയാണ് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഡിസപ്പോയിൻമെന്റ്. നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് കാണുന്ന ബുദ്ധിമുട്ട് മാത്രമല്ലേ ഉള്ളൂ. ഈ പണ്ടാരം ഇത് ഇതിനായിട്ട് ഞാൻ കുടുങ്ങും കൈസ്, എനിക്ക് ഉറപ്പായി. ഇതിനായിട്ട് ഞാൻ എന്തായാലും ഞാൻ ഇന്ന് കുടുങ്ങും. ഒരു മിനിറ്റ്, ഇത് ഫിക്സ് ആക്കിയിട്ട് ലൈവ് വന്നാൽ മതിയാണ്. എനിവേ, അതിനെ പറ്റി ഞാൻ എന്താ പറയാ, അതിലിപ്പോൾ ഇനി ഡിസപ്പോയിന്റഡ് ആയി ഇരുന്നിട്ട് കാര്യമില്ല. അത് നമ്മൾ ഈ ഓവർ കോൺഫിഡൻസും ഓവർ ഈ പറയുന്ന കുറച്ച് കാരണങ്ങൾ കൊണ്ട് പടച്ചോൻ കണ്ടറിഞ്ഞ് തന്നാണ്. ഇത് നമുക്കൊരു പാടാണ്. എനിവേ, ഗ്യാങ് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാലൊക്കെ നമുക്ക് ഗ്യാങ് എന്തായാലും ഫോം ആക്കാനുള്ള പണിയൊക്കെ നോക്കാം. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് സെർവർ സൈഡിൽ നിന്ന് ഞാൻ അന്വേഷിച്ചതൊക്കെ വെച്ചിട്ട് ഇനിയൊരു ഗ്യാങ്ങുകൾ ഡിസ്മാൻഡിലൊക്കെ ആയിട്ടൊക്കെ വേണം. അപ്പം കുറച്ച് ടൈം എടുക്കും. എക്സാക്ട് ടൈം ഞാൻ പറയണില്ല, എന്തായാലും 1-2 ആഴ്ച എന്തായാലും മിനിമം കഴിയും. അപ്പോൾ അടുത്ത ഗ്യാങ് മോണിറ്ററിങ്ങിലാണ്. എല്ലാ ഗ്യാങ്ങുകളും മോണിറ്ററിങ്ങിലാണ്. ആ മോണിറ്ററിങ് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടിയേക്കാം. അതിൻ്റെ ഫർദർ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ സെർവർ സൈഡിൽ നിന്ന് എന്തായാലും അപ്ഡേറ്റ്സ് കിട്ടും. നിങ്ങളാരും അതൊന്നും ആലോചിച്ചാണ്ട് വെറുതെ മൈൻഡ് ഫോക്ക് ഒന്നും ആവാൻ വേണ്ട. നമുക്ക് ഈ പറയുന്ന 2 ആഴ്ച നമുക്ക് എന്തായാലും 2-3 ആഴ്ച എന്തായാലും കറക്റ്റ് ഞാനൊരു ഡേറ്റോ അതൊന്നും പറയണില്ല. കാരണം അത് സെർവറിൻ്റെ ഓല കാര്യങ്ങളും കൂടി നോക്കേണ്ടതുണ്ട്. ഇതിപ്പം അങ്ങനെ പൈസ കൊടുത്താൽ കിട്ടുന്ന പരിപാടികൾ മാത്രമല്ലല്ലോ. എനിവേ, അത് നോക്കാം. നമുക്ക് എന്തായാലും ഗ്യാങ് തന്നെ ഗ്യാങ് ആയങ്ങാണ്ട് നമ്മൾ ഫോമായി അത് അതിൻ്റെതായ വഴിക്ക് പോവും. പിന്നെ ഇതിൽ ആരും കുറ്റം പറയാൻ പറ്റൊന്നുമില്ല. കാരണം എല്ലാവർക്കും ഗ്രൂപ്പിൽ പല പ്രാവശ്യം നമ്മൾ എല്ലാവരും കയറി ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യുമെന്ന് പറയുമ്പോഴും ഇതിൽ കുറേ പേർക്ക് PL ഇഷ്യൂ, സിറ്റി കയറാൻ പറ്റാത്ത ഇഷ്യൂ, കുറേ പേര് സിറ്റി കയറുമ്പോൾ തന്നെ ലോഡിങ് സ്ക്രീനിൽ നിന്ന് തന്നെ എക്സിറ്റ് ആയി പോകുന്ന പ്രശ്നങ്ങൾ, വാർപ്പിട്ടാലും കയറാൻ പറ്റാത്ത 5-6 പ്രാവശ്യം വാർപ്പ് വരെ ട്രൈ ചെയ്തിട്ട് തിരിച്ച് സിറ്റി കയറാൻ പറ്റാത്ത ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പം ആരും കുറ്റം പറയാൻ മാത്രം പറ്റൂല. കയറി ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം കയറി ഇരുന്നിരുന്ന്. പിന്നെ നമ്മളിത് ഈ പറയുന്ന പോലെ VHും നമ്മളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നമുക്ക് ആക്ച്വലി VHനേക്കാൾ എപ്പോഴും പോയിന്റ് ഉണ്ടാവാറുണ്ടായിരുന്നു. ലാസ്റ്റത്തെ ആ ഒരു 1-2 ദിവസം VH ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് അവർ ഗ്യാങ് ആയി, നല്ല കാര്യം. ആരോടും നമുക്ക് ദേഷ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കിട്ടിയില്ല, ഓല് കിട്ടി, അതിന് ദേഷ്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രസ്ട്രേഷൻസോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് പോയാൽ മതി. പിന്നെ ഈ റിക്രൂട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കുറച്ച് കാര്യം, ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈവിൽ ആരാണ് റിക്രൂട്ട് ചെയ്യാൻ പോണത്, ആരൊക്കെയാണ് എടുക്കാൻ പോണത്, എന്തൊക്കെയാണ് എടുക്കാൻ പോണത് എന്നുള്ളത് ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ പല ഗ്യാങ്ങിന്നും പല ആൾക്കാരും ഇറങ്ങിയതൊക്കെ പാടെ ഇവിടെ വന്ന് കയറും എന്നുള്ളത് ജസ്റ്റ് അസംഷൻ മാത്രമായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറയാലോ, ഞാനന്ന് ഈ പറഞ്ഞ പോലെ കർമ്മ അണ്ടി എന്നൊക്കെ പറഞ്ഞത് ആക്ച്വലി KVന്ന് തന്നെ ഒരു 1-2 പ്ലേയേഴ്സ്, 1-2 അല്ല 3-4 പ്ലേയേഴ്സ് ഇവിടെ കയറി കളിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയായിരുന്നു. അത്രേ അതിൻ്റെ സത്യാവസ്ഥ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അതിങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് 4ഉള്ളത് 6ആയി, 8ആയി, 10ആയി. 10 പേര് ഒരുമിച്ച് കളിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾക്ക് സംവിധാനം ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ലാസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നതാണ്. കാരണം അത്രയും പേര് അപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ കഴിഞ്ഞു. അല്ലാതെ നമ്മൾ മൊത്തത്തിലൊരു ഗ്യാങ്ങിനെ ഊമ്പിച്ചിട്ട് നമ്മൾ വളരണമെന്നോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഗ്യാങ്ങുകളിൽ നിന്ന് മാത്രം ഈ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്ത് കണ്ട് വരുത്തിയൊന്നുമല്ല. ഞാൻ ആരോടും ഈ പറഞ്ഞ പോലെ പൈസ തരാണ്ടി തരാമെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ. ഈ പറഞ്ഞ പോലെ നമുക്കും ഇവിടെ ഈ സ്ട്രീം ചെയ്യാനൊക്കെ ഒരു എന്താ പറയുക,
നമുക്കൊരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള രീതിക്ക് പറയാമെന്നല്ലാതെ ഞാൻ ആർക്കും പി സി തരാമെന്നൊന്നും ഞാൻ പേഴ്സണലി ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ആക്ച്വലി T47 പ്ലേയേഴ്സിന് നമ്മളിവിടെ കളിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നു. നിലവിൽ ആ സാധനം നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അത് അവരെ ഫ്യൂച്ചർ കളയുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. അതിപ്പോൾ ഇൻ കേസ് ഞാൻ ഈ പറഞ്ഞ പോലെ ജാങ്കോൻ്റെ കേസിൽ ഇപ്പോൾ ഈഗിൾ തന്നെ ലൈവിൽ പറഞ്ഞു ജാങ്കോ ഇതിൻ്റെ കേസിൽ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും ജാങ്കോ ഓല് മാറ്റണം എന്ന് കരുതിയതായിരുന്നു എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. എനിക്കിതിനെ പറ്റിയൊന്നും കൂടുതൽ പറയാനല്ല ഗൈസ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഈ പറയുന്ന T47 പ്ലേയേഴ്സിനോടും അല്ലെങ്കിൽ വേറെ ആരോടും എനിക്ക് ഹെയ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വേറെയും കുറേ കാര്യങ്ങൾ അറിഞ്ഞതിൻ്റെ ബേസിലാണ് നമ്മളിത് വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ എന്താ പറയുക, അതിന് അതിൻ്റേതായ പ്രോപ്പർ റീസൺസ് ഉണ്ട്, മനസ്സിലായില്ലേ? ഞാൻ ഒരു കാര്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ കുറേ കാര്യങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഈഗിളിൻ്റെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഞാനും ഈഗിളും ബ്രാവോ ഒക്കെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കി കൊടുത്തതായിരുന്നു. അപ്പം അവർക്ക് മനസ്സിലായതാണ് എന്താണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് സത്യങ്ങൾ എന്നുള്ളതൊക്കെ ഓൽക്കും അറിയാം. ഓല് നമ്മളോടും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പം അതൊന്നും നമുക്ക് നല്ലതല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആ സാധനം ഡ്രോപ്പ് ചെയ്തു. അതിന് അതിൻ്റേതായ റീസൺസ് ഉണ്ട്. അതൊന്നും എനിക്ക് ലൈവിൽ വന്നിരുന്ന് പറയാൻ നിലവിൽ താല്പര്യമില്ല. പല ചാറ്റും ഞാൻ കാണുന്നുണ്ട്, ഇവിടെ കൊണ്ടുവന്നാണ്ട് കൊട്ട ചട്ടി ഒന്നും ഇടണ്ട, പുള്ളിനായിട്ട് നമുക്ക് ഒരു ഇതുമില്ല, മനസ്സിലായ? പുള്ളി ഈ പറയണ പോലെ ഞാൻ പറഞ്ഞതാണ്, പുള്ളിനായിട്ട് നമുക്ക് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ആവശ്യമില്ലാത്ത പേരുകളൊന്നും ഇവിടെ കൊണ്ടുവന്നിടണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ വേർഡ് ബ്ലോക്ക് എന്തായാലും ഞാൻ ഇടയ്ക്ക് പറയണതാണ് ഇവിടെ കൊണ്ടുവന്നാണ്ട് ഇതിടാൻ നിൽക്കേണ്ടെന്നുള്ള. നോ ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലായില്ല? എന്ത് ഡ്രോപ്പ് ചെയ്യണ്ടെന്നാണ് ഈ പറയണത്? ഷെയ്ക്ക് പറയുന്നുണ്ടല്ലോ എന്നോ. നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ലാതെ തന്നെ നമുക്ക് പ്ലേയേഴ്സ് വേറെ ഇഷ്ടംപോലെ കിട്ടാണ്ട്, മനസ്സിലായില്ലേ? നിങ്ങൾ ഈ T47 പ്ലേയേഴ്സ് മാത്രമാണ് ടോപ്പ് എന്ന് കരുതിയാണ്ട് മാത്രം നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഒരു ഫാമിലിയാണ് ബിൽഡ് ചെയ്യണത്. അപ്പോൾ ആ ഫാമിലി ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാജുവലി ഓരോരുത്തരെ നല്ലത് നോക്കി നമ്മൾ ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് തന്നെ എടുത്തിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ കുറേ പ്ലേയേഴ്സിനെ നമ്മൾ എടുത്തു കൂട്ടി ഇതേപോലെ ഇൻ ഫ്യൂച്ചറിൽ KVAക്ക് ഇപ്പം ഇതേപോലെ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ വന്ന ഇപ്പോൾ KVA ഞാൻ ഓപ്പണായിട്ട് പറയാം, KVA ഇപ്പോൾ കറൻ്റ് നല്ല രീതിക്ക് ഡൗൺ ആയിട്ട് നിൽക്കുകയായിരിക്കും. അവർ അത്രയും അവരുള്ള പ്ലേയേഴ്സിന് തന്നെ ഈ പറഞ്ഞ പോലെ മാറ്റിയിട്ടാണ് T47 പ്ലേയേഴ്സിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത് അവിടെ. എന്നിട്ടിപ്പോൾ എത്രയും പേര് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ KVA ഡൗൺ ആയില്ലേ? അതേപോലെ ഇൻ കേസ് ഇൻ ഫ്യൂച്ചറിൽ അങ്ങനത്തെ ഒരു റിസ്ക് നമുക്ക് വരാൻ പറ്റൂല, മനസ്സിലായില്ലേ? നമ്മളിവിടെ ഒരു നല്ല രീതിക്ക് നല്ലൊരു ഫാമിലി ആയതുകൊണ്ട് മുന്നോട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്ട് നല്ല രീതിക്ക് തുടങ്ങണതാണ്. അപ്പം അതിൽ വൺസ് എടുത്തിട്ട് ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലാറെ ഡിസപ്പോയിൻറ്റഡ് ആവും, ഇതിലാറെ പ്രശ്നങ്ങളാവും, ഇതിലാറെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഹെയ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിലാറെ നല്ലത് അവർ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് വേറെയും കിട്ടും. അതിനൊക്കെ അതിൻ്റേതായ റീസൺസ് ഉണ്ട്. ഇത് ഞാൻ റീസൺസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇതിലൊന്നും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കുറേ പ്ലേയേഴ്സിന് അത് ഹെയ്റ്റ് പോകും. എനിക്കത് പേഴ്സണലി താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പിന്നെന്താ, വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ? എടാ പേടി എന്തിനായാലും പേടി? ഞാൻ പറയട്ടെ, 25,000 26,000 ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് കണ്ട് ഇന്നെ അവരാധിച്ച് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഈ പറഞ്ഞ പോലെ ഈകളൊക്കെ പറഞ്ഞിട്ടും ഞാൻ അതിലൊന്നും എനിക്ക് ഒരു തേങ്ങ എനിക്ക് കുലുങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ പറയണത് അതൊന്നുമല്ല, നമുക്ക് നമ്മളെ ഫാമിലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ എനിക്ക് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ പുള്ളിനെ വിളിച്ചാണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അല്ലാതെ പുള്ളിനോട് നമുക്ക് ഹെയ്റ്റ് ഇല്ല. പുള്ളിയല്ലാതെ ഈ പറയപ്പെട്ട കാസ്ട്രോനോടാണെങ്കിലും ഇവരോടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഹെയ്റ്റ് ഇല്ല. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അത് ഞാൻ ലൈവിൽ ഇപ്പോൾ വന്ന് എനിക്കിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അത് പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഓരോരുത്തരെയും ഈ പറഞ്ഞ പോലെ നെഗ് ആക്കിങ്ങാണ്ട് വെറുതെ പറയേണ്ട ആവശ്യം എനിക്ക് നിലവിലില്ല. നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആവാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴെങ്കിലും പറഞ്ഞേക്കണോ? ഈ പറഞ്ഞ പോലെ T47 പ്ലേയേഴ്സ് ഇവിടെ വന്ന് കളിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ലൈവിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങളതിൽ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യം എന്താ? ഗ്യാങ് വൺസ് ഫോം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
നല്ല റിക്രൂട്ട്സ് വരും. അത് ഞാൻ തരുന്ന വാക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. നോക്കിയ വൈന്നോ മിന്നൽ ടർബോ അപ്ഡേറ്റ് നോക്കാം, അവർ കളിക്കും. ഈഗിളിനെ പേടിച്ച് കൺവിൻസ് ആക്കിയതാണ്. ഈഗിൾ പേടിച്ച് എന്തെല്ലാടാ നിങ്ങൾ ചില്ലാവ്. നമ്മൾ അങ്ങനത്തെ ഒരു കേസുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ അടുത്ത്, അന്നേ ഞാൻ ലൈവിട്ട് പറഞ്ഞല്ലേ, എനിക്ക് പുള്ളിയാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത്, പുള്ളിയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാനൊക്കെ കൂടെ നിന്നിരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ലേ. വി വാണ്ട് ദാറ്റ് പ്ലേയേഴ്സ്, ഇതിലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം ഷെയ്ക്ക്, തമാശ പറയല്ല. എടാ ഒരു കാര്യം പറയട്ടെ, ഇത്രയും പേരെ ഞാൻ ഒരുമിച്ചെടുത്തിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ ഇത് ഇത്രയും പേര് ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കണം എന്ന് പറയണത് നിങ്ങൾ തന്നെ ഉമാരെ തുപ്പും. മനസ്സിലായ? എന്തിന് ഞാൻ ആ പണി എടുക്കണം? എടുത്തിട്ട് കളയണ്ട, അല്ലെങ്കിൽ എടുത്തിട്ട് ഈ പറഞ്ഞ മാതിരി പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എടാ നിങ്ങൾ പറയണ മാതിരിയല്ല, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പ്രൂഫ് അടക്കം എനിക്ക് ഓരോ സാധനങ്ങൾ കിട്ടിയതുകൊണ്ടാണ് ഞാനതിപ്പോൾ വേണ്ടാന്ന് വെച്ചത്. മനസ്സിലായോ? അതിൽ ഈ പറയുന്ന ടി വിയേക്കും റിഗ്രറ്റ് ഉണ്ടാവില്ല, കെ വിയേക്കും റിഗ്രറ്റ് ഉണ്ടാവില്ല. ഇതൊക്കെ അവർ തന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചതാണ്. നമ്മളിത് ഓഫ്ലൈനിൽ ഇരുന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിസിഷനിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോണത്. നിങ്ങൾക്ക് ഇതൊന്നും കുറേ കാര്യങ്ങൾ അറിയില്ല. എനിക്കിത് വന്നുകാണ്ട് ലൈവിൽ വന്നുകാണ്ട് ആദ്യം തന്നെ ഓരോന്ന് പറയേണ്ട ആവശ്യം എനിക്ക് നിലവിലില്ല. അതുകൊണ്ട് ഞാനത് ചെയ്യൂല. ഞാൻ അനാവശ്യമായിട്ട് ഞാൻ ഒരാളെ പറ്റിയും വെറുതെ ലൈവിലിരുന്നാണ്ട് പറയാറില്ല. അതുകൊണ്ട് എനിക്കത് നിങ്ങളും അത് അറിയേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ അറിയേണ്ടതുള്ളൂ. നോക്കിയ എന്ത് നോക്കിയ എന്തുവാ നോക്കിയ പറഞ്ഞ സ്പാം ചെയ്യണേ? നോക്കിയക്ക് എന്താ പ്രശ്നം? നോക്കിയ മിഞ്ഞാന്നും കൂടി എൻ്റെ വീട്ടിൽ ഞങ്ങൾ രാത്രി പോയി പുറത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാ. ഇത് എല്ലാ സൈഡും കൂടി നോക്കണം. എനിക്ക് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഈ ഗ്യാങ്ങിൻ്റെ അകത്തുള്ള മെമ്പേഴ്സാണ് പ്രയോറിറ്റി. മനസ്സിലായോ? ഞാൻ ഈ ഗ്യാങ്ങൾക്ക് നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ സ്പ്ലിറ്റായി വേറൊരു ഗ്യാങ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇവന്മാർക്കേ പ്രയോറിറ്റി കൊടുക്കുകയുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനതിന് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഇവരെ ഈ പറയണ എൻ്റെ ഗ്യാങ് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഇതിലുള്ള 10-24 മെമ്പേഴ്സിനെ മാത്രമേ എനിക്ക് പ്രയോറിറ്റി ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് ഒരാളും പ്രയോറിറ്റി അല്ല. അപ്പോൾ ഞാൻ ആ ഡിസിഷൻ അതിനനുസരിച്ച് ഞാൻ ഡിസിഷൻ എടുക്കുകയുള്ളൂ. സെന്നെക്സ് ഈ പറഞ്ഞ പോലെ അവനെ വേറെ ഏതോ KVP എന്ന് പറഞ്ഞ KVP അങ്ങനെ ഏതോ ഒരു ഗ്യാങ്ങിൽ അവൻ്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അവിടെ ആഡ് ചെയ്തു. അവിടെ കോലീഡർ ആക്കിക്കാണ്ട് അവൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് ആഡ് ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് മാക്ക് വിളിച്ചും കണ്ടാണ് ഡീലാക്കിയത്. ഞാൻ അതിനെ പറ്റി അറിഞ്ഞിട്ടില്ല. ഞാൻ എന്തായാലും രാത്രി RP ആയിട്ട് എന്തായാലും ഉണ്ടാവും. ഞാൻ ഇപ്പം തൽക്കാലം ഞാൻ ചുമ്മാ മറ്റേ ഫോർസ കളിക്കാൻ വേണ്ടിയിട്ട് കയറിയത്. ഈവനിങ് കുറേ ദിവസമായി നമ്മൾ ഫോർസ കളിക്കണം എന്ന് കരുതിയതായിരുന്നു. ഗ്യാങ്ങിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കറൻ്റ്ലി ഗ്യാങ്ങിൻ്റെ അപ്ഡേറ്റ്. അതിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും. കുറച്ച് ഡേ കഴിഞ്ഞ് ലൈവ് വന്ന് ജയിക്കുന്ന അവരാധിച്ച് കയറ്റി തരും. ഞാൻ പുള്ളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പുള്ളിക്ക് നമ്മളെ പറ്റി അറിയാതെ കുറേ പേര് ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ വെറുതെ പോയിട്ട് ഇന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇന്നെ തന്നെ വിളിച്ചുകൊണ്ട് സോർട്ട് ഞാൻ പുള്ളിനോട് പറഞ്ഞാണ്. ഇനി ഇൻ കേസ് അത് ഫ്യൂച്ചറിലൊക്കെ എന്തെങ്കിലുമൊക്കെ പുള്ളിക്ക് നെഗായിങ്ങാണ്ട് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ അപ്പം നമുക്ക് നോക്കാം. അല്ലാതെ എനിക്ക് ആ പറയുന്ന അതിൻ്റെ അകത്തുള്ള ടി വിയിലുള്ളവരോടാണെന്നുണ്ടെങ്കിലും KVയിലുള്ളവരോടാണെന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഒരു ഹെയ്റ്റും ഇല്ല. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്ലേയേഴ്സ് മാക്സിമം പോയാൽ അത്രയാണ്. ഞാൻ ഫ്ലഫി ആണ് ആക്ച്വലി ദാമുവിനെ മാത്രമേ നമ്മളെ ഗ്യാങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. അത് ഫ്ലഫിയാണ് ഇൻവൈറ്റ് ചെയ്തത്. ആ സമയത്ത് ദാമുവിനെ മാത്രമേ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. ദാമു ആണ് ഈ പറയപ്പെട്ട പ്ലേയേഴ്സിനൊക്കെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളൊരു സജഷൻ തന്നത്. അപ്പോഴും ഞാൻ ഫ്ലഫിനോട് ആദ്യം 4-5 പ്ലേയേഴ്സ് മാക്സിമം എന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരു KVനെ മൊത്തത്തിൽ ഊമ്പിച്ചിട്ട് ഞാൻ ചവിട്ടി പൊന്തണം അങ്ങനത്തെ ഒരു രീതിയിലൊന്നും ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല. പിന്നെ അതിങ്ങനെ കൂടി വന്നതാണ്. അതിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ സജഷൻസ് മാറുമ്പോൾ ഇങ്ങനെ കൂടിയതാ. അത് പിന്നെ ലാസ്റ്റ് അതിൽ കുറേ കാര്യങ്ങളുണ്ട് കാശ്. എനിക്കത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് വേറെ രീതിക്കാവും. അപ്പോൾ അത് എനിക്കിപ്പോൾ നിലവിൽ അതിന് പേഴ്സണലി താല്പര്യമില്ല. ഇപ്പോൾ പറയേണ്ട ആവശ്യം എന്തായാലും എനിക്ക് നിലവിലില്ല. ഇനി അത് പറയേണ്ട സിറ്റുവേഷൻ വന്നാൽ വിത്ത് പ്രൂഫ് അടക്കം ഞാൻ പറയും.
അത് എനിക്ക് ആ ഒരു കേസിൽ പറയാനുള്ളൂ. പിന്നെ ഇതിന്റെ അകത്ത് ഹലോ ഇമെയിൽ കൊടുക്കാൻ തോന്നുന്നു. ഹലോ ഹലോ ആ ഹലോ ഞാൻ ലൈവാ. ആ ഒരു ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എടാ മാലിക്, നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്ത് നമ്മളെ ഗാങ്ങിൽ ഒരു ഡിഷ് എടുത്തതാണ് ഓൾറെഡി. ദാമു വരൂല ഗൈസ്. ദാമുവിനൊന്നും നമ്മൾ കറന്റ് റിക്രൂട്ട് ചെയ്യാൻ നമ്മൾ പ്ലാനിലില്ല. നിങ്ങൾ പറ, നിങ്ങൾക്ക് അങ്ങനെ പലതും പറയാണ്ടാവും. ഞാൻ നിങ്ങളുടെ അടുത്ത് ആരും ഇന്ന വരെ ഞാൻ ഇന്ന ആള് വരും ഇന്ന ആള് വരൂല എന്നുള്ളത് പറഞ്ഞിട്ടില്ല. നമ്മുടെ സൈഡിൽ നിന്ന് ഒഫീഷ്യൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല, നമ്മളത് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഓരോന്നിൽ ഡിസപ്പോയിന്റഡ് ആവാനോ അല്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് നിങ്ങൾ മനക്കോട്ട കെട്ടിയതാണത്, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത് വരുന്നുള്ളത്. ഫ്ലഫി ഉണ്ടല്ലോ ഇതിന്റെ അകത്ത്. ഫ്ലഫിയുടെ ഹലോ. ഓ എന്തിനാണ് പ്രശ്നങ്ങളാണ്. ഗ്യാങ് ഫോം ആവാത്തത് ഇതിന്റെ ബേസിലൊന്നും അല്ല. ഞാൻ പറയാം, കംപ്ലീറ്റ്ലി ഗ്യാങ് ഫോം ആവാത്തത് നമ്മളെ മാത്രം മിസ്റ്റേക്കാ. നമ്മൾ ഇത്ര പേര് കയറാത്തത് കൊണ്ട് തന്നെയാണ്. അതിൽ കയറാത്തതിന് ഞാൻ ഇവരെ കുറ്റം പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നമ്മളിത് വാട്സപ്പിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഇവർക്ക് കയറാൻ പറ്റാറില്ല എന്നുള്ളത് ഇവന്മാർ തന്നെ പറയാറുണ്ട്. എടാ സക്കീർ ഹുസൈൻ പുണ്ടച്ചി മോനെ, നീ എന്നെ പഠിപ്പിക്കണ്ട, മനസ്സിലായടാ കുണ്ണെ. ഡാ മൈരെ 4 പ്ലേയേഴ്സ് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തന്ത അല്ല ഇവിടെ ചിലവിന് തരുന്നത്, മനസ്സിലായ? നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് പറ്റുന്നുണ്ടെങ്കിൽ കൂടെ വന്നാൽ മതി, ഇല്ലാത്ത കുണ്ണൊക്കെ പൊയ്ക്കോ. ഞാൻ അന്നേ പറഞ്ഞതാണ്, ഞാനിത് വേറെ ഒരു രീതിക്ക് തന്നെ ബിൽഡ് ചെയ്തുകൊണ്ട് എനിക്കിത് കൊണ്ടുപോകാൻ എനിക്കറിയും, മനസ്സിലായോ? അതിപ്പോൾ ഞാൻ അതിനൊരു 4 എടുത്തിട്ടില്ലെങ്കിലും ഇത് ഞാൻ നല്ല രീതിക്ക് കൊണ്ടുപോകും. ഇത് ഗ്യാങ് എന്തായാലും ഇപ്പോൾ ആയില്ല, ആവണൊരു ടൈം വരുമല്ലോ, എന്നിട്ടൊക്കെ നീ കാണുക. അപ്പോൾ അതുവരെ നീയൊക്കെ തൊള്ള കൂട്ടിയിരിക്ക്, മനസ്സിലായോ? ബ്രോ നമ്മള് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറങ്ങാൻ ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മളാരും പറഞ്ഞിട്ടില്ല. ഞാൻ ദാമുനെ വിളിച്ചു. ഞാൻ സത്യം പറയാം, സംഭവം നടന്ന് ദാമുനെ ഞാൻ വിളിച്ചു. ദാമുനെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ ഫസ്റ്റ്. പിന്നെ ലൈക്ക് KVA കളിക്കുന്ന TVA കളിക്കുന്ന മെമ്പേഴ്സിനെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ വെറുതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോന്നേ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ ഗ്യാങ്ങിൽ നമ്മളെ ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചിട്ടില്ല. അതിനെ പറ്റിയൊക്കെ നമുക്ക് ഇൻ കേസ് ബാക്കി കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട് റീസൺ ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി, മനസ്സിലായി? ഇത്ര പറയേണ്ട ആവശ്യം എനിക്കുള്ളൂ. അതിമ നിർത്താനേ എനിക്ക് താല്പര്യമുള്ളൂ. അല്ല എന്നെ കൊണ്ട് തൊള്ള ഫുള്ള് തുറപ്പിച്ചേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ തുറക്കണ്ടേ. എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഒരാൾക്കും ഇവിടെ ഹീറ്റ് ആയിങ്ങാണ്ടോ അല്ലെങ്കിൽ ഒരു രീതിയിലോ നെഗായിങ്ങാണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല. അവന്മാരെ ഉബിച്ചില്ലേന്ന് അതെങ്ങനെ ആവുന്ന ഞാൻ അതല്ല ഇപ്പൊ പറയാം, അതിനുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അവന്മാരെ കേക്ക് ആരെ ഊമ്പിച്ചെന്നൊക്കെ ഞാൻ അപ്പം പറയണ്ട്. അത് എനിക്ക് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, മനസ്സിലായോ? അപ്പോൾ ഞാനൊരു ഡിസ് എടുത്തിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഡിസിഷനാണ്, അത് ഫൈനലാണ്, മനസ്സിലായോ? അത് മാറ്റമൊന്നുമില്ല. അതിന് അതിൻ്റെതായ റീസൺസ് ഉണ്ടാവും. ഞാൻ ഒന്നും കാണാതെ മാത്രമായിട്ട് എടുത്തതല്ല, എല്ലാരും കൂടെ ചേർന്ന്. ഫാമിലി നമ്മൾ ഈ ഇതിൻ്റെ അകത്ത് മീറ്റിംഗ് വെച്ച് 10-20 ആൾക്കാർ അന്നത്തെ മീറ്റിങ്ങിന് എല്ലാവർക്കും ഒരേപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പം വേണ്ടാന്ന് തീർത്ത് പറഞ്ഞതാ. പിന്നെ കൺവിൻസ് ഒന്നും ചെയ്തല്ല ഗൈസ്, വെറുതെ നമ്മളെ വിളിച്ചു കണ്ട് കൺവിൻസ് ചെയ്തതിന്റെ പേരിൽ നമുക്ക് ഡിസിഷൻ മാറ്റേണ്ട ആവശ്യമൊന്നുമല്ല. നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് കുറെ എന്താ പറയാ, കുറെ ക്ലാരിഫിക്കേഷൻസ് കിട്ടി, മനസ്സിലായോ? കുറെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത കുറെ കാര്യങ്ങളെ പറ്റി കുറെ ക്ലാരിഫിക്കേഷൻസ് കിട്ടി, അത്രേ ഉള്ളൂ. അത് വിത്ത് പ്രൂഫ് അടക്കം കിട്ടി. മാരി എന്താ ഇഷ്യൂ? അതൊക്കെ നമ്മൾ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്താണല്ലോ. ഓൾറെഡി ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല ഗൈസ്, ഞാൻ ഇന്നലെ റാംബോ എനിക്ക് വിളിച്ചിരുന്നു. റാംബോ സംസാരിച്ച് ഓൾറെഡി റാംബോ നമ്മളെ സൈഡിൽ നിന്ന് എന്തായാലും OC ആയിട്ട് പോകില്ല, നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. റാംബോ വിളിച്ചിട്ട് ഇതേപോലെ റാംബോ ആണെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് OC ആയിട്ടോ ഒന്നും പോകില്ല, നമുക്ക് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവാം. എന്തുണ്ടെന്നുണ്ടെങ്കിലും റാംബോ വിളിക്കാൻ പറഞ്ഞാണ്. റാംബോക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിലും ഇനിയും വിളിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കണ്. ഞങ്ങളുടെ ഇടയിലുള്ളതൊക്കെ നമ്മൾ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തിരിക്കണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും RP ആയിട്ട് ഇപ്പം ഞാൻ പറയാം, ഇവര് ഇന്നൊരു RP ഉണ്ട്. ഞാൻ RP ആയിങ്ങാണ്ട് ഇന്ന് രാത്രി ഞാൻ വരും, കുറച്ച് കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് ഇന്നത്തെ രാത്രിയത്തെ ലൈവ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആരും മിസ് ചെയ്യാതെ വെക്കുക.
പിന്നെ നമുക്ക് എന്തായാലും ഗ്യാങ് എന്തായാലും നമ്മൾ ഫോമാക്കി എടുക്കും ഇൻഷാ അള്ളാ. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. നമ്മൾ ഗ്യാങ് ഫോമാക്കാൻ വേണ്ടിയാണ്ട് ഈ ഒരു ടൈമിൽ ട്രൈ ചെയ്തു, ബട്ട് വി ഫെയിൽഡ്. ബട്ട് വി വിൽ കീപ് ട്രൈ. ഓക്കെ, അത്ര എനിക്ക് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. എടാ ഞാൻ പറയട്ടെ, അതിൽ ഒരു കാര്യം മനസ്സിലായി. ഖാലിദ് വരുമോ ബോസേ, ഓവൻ വരുമോ ബോസേ, അസൻസിയോ, അവന്മാർ ഒരാളായിങ്ങാണ്ട് ആരും വരൂല. 1 2 3 പേരെ എടുക്കണ പോലെയല്ല, അതൊരു ബണ്ടിലാ. അവന്മാർ ഒരുമിച്ച് കളിക്കുള്ളൂ. അതാണ് അവന്മാർക്ക്, അത് അവന്മാരെ ഒരു നല്ല ക്വാളിറ്റിയാണ്. അവന്മാർക്ക് അത് അത്ര അങ്ങനെ കളിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരങ്ങനെ ശീലിച്ച് വളർന്നു വന്ന ആൾക്കാരാണ്. പക്ഷെ അത്ര പേരെ ഒരുമിച്ച് എടുക്കുന്നതിൽ നമുക്ക് നമ്മളതായ റിസ്കുകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ, മനസ്സിലായോ? അല്ലാതെ നമുക്ക് ഇവിടെ ഒരു 3 4 ആൾക്കാരെ 2 3 ആൾക്കാരെ കളിപ്പിക്കുന്നതിൽ ഇഷ്യൂ ഉണ്ടായിട്ടല്ല. അത് പേഴ്സണലി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൊണ്ട് മാത്രമൊന്നും അല്ല. ബൈ 1 ഗെറ്റ് 8 ഫ്രീ അതങ്ങനെ അല്ലടാ, അത് അവന്മാർ അങ്ങനെയാണ്. അത് അവന്മാർ 5 6 കൊല്ലമായിട്ട് കളിച്ച് അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ അതിൽ നമുക്ക് റിസ്ക് ഉണ്ട്. നിങ്ങൾ നമ്മളെ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്ത് നോക്ക്. ഇപ്പൊ KVAക്ക് ഇതേപോലെ ഒരു KVA മൊത്തത്തിൽ ഡൗൺ ആയില്ലേ ഇപ്പം എത്ര പേര് ഒരുമിച്ച് ഇറങ്ങുമ്പോൾ. നമ്മൾ സ്ലോട്ട് അവർ പ്രത്യേകിച്ച് നമ്മളും പോലും കൂടിയല്ല, അവർ സ്ലോട്ട് ഉണ്ടാക്കിയിട്ടാണ് കൊടുത്തത്. ഓൾറെഡി ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മാറ്റിയിട്ട് സ്ലോട്ട് കൊടുത്തിട്ടാണ് അവർ ഇതൊക്കെ. അപ്പം നാളെ അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ഇതേമാതിരിക്കത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കും ഇതേമാതിരി ലിറ്ററലി നമ്മൾ ഡൗൺ ആവുന്ന പോലെ ആയിരിക്കും. അപ്പോഴത്തേനൊക്കെ നമ്മൾ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്, നമ്മൾ അവന്മാരായിട്ടൊക്കെ ഒരുപാട് സിങ്കായിട്ട് അത് പിന്നീട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഹേർട്ടാവും. നിങ്ങൾക്ക് ഇതിലാറെ ഹേർട്ടാവും. നിങ്ങൾ അത്രയും അക്സെപ്റ്റ് ചെയ്ത ആൾക്കാർ പിന്നെ ഒരു സമയത്ത് നമ്മളിന്ന് പോവാണെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ ഈ ഇന്നല്ലെങ്കിൽ ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇരുന്ന് അവരാധിക്കാനുള്ള ഒരു സാധനം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണത്. ആദ്യം അത് വേണ്ടാന്ന് വെച്ചാൽ മതി. ഇതിപ്പോഴത്തെ ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ഇന്നത്തെ ഒരു ദിവസം കുറച്ച് നേരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇരുന്ന് ആരാധിക്കാൻ കുറച്ച് കാര്യമാവും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും. ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടില്ലേ. ഇതിനേക്കാളും നല്ല റിക്രൂട്ട്സ് നോക്കി വെച്ചേ, അതോടെ പറഞ്ഞു. അല്ല, ഇതിലും നല്ല റിക്രൂട്ട്സ് അല്ലെങ്കിൽ നല്ല പ്ലേയേഴ്സ് വേറെ കിട്ടാണ്ട്, മനസ്സിലായോ? അത് ഓൾറെഡി ഒരു 3 4 ആൾക്കാരോട് നമ്മൾ സംസാരിച്ച് വെച്ചതുകൊണ്ട് അത് നമ്മൾ പയ്യെ 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 അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്ത് തന്നെ കൊണ്ടുവരണുള്ളൂ. ഒരു പായൽ ഉറങ്ങിയ ഒരു എന്ത് കേട്ടില്ല ബ്രോ. നമ്മളെ ഡിസിഷൻ എല്ലാണോ W ആണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് ബ്രോ അല്ല, മനസ്സിലായോ? നമ്മളാണ്. നമ്മളൊരു ഡിസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡും നോക്കിയിട്ട് ഒരു ഡിസ് എടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ട് ഒരു രാത്രി നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണവന്മാരാണ്. ഓക്കെ, അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് നമ്മളെല്ലാ രീതിക്കും സപ്പോർട്ട് ചെയ്യണവന്മാർ തന്നെയാണ്. പക്ഷേ അറ്റ് ദ എൻഡ് നമ്മളാണ് ഒരു ഫാമിലി ആയിട്ട് കഴിയണ ആൾക്കാർ. അപ്പോൾ നമ്മളെ ഫാമിലിക്ക് കോട്ടം തട്ടുന്ന ഒരു സാധനം ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ ചെയ്യുമായിരുന്നു, പക്ഷെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതിന് ശേഷം പിന്നെ അത് നമുക്ക് തന്നെ നല്ലതല്ലാന്ന്. ഇത് ഞാൻ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് അറിയോ, എന്തേലും ഒരു ത്രെഡ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അയിമ വെറുതെ ആർക്കും ഒരു ബാഡ് ആവണ്ട. അതുകൊണ്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. സിയോൺ കയറാൻ എന്താ, സിയോണിലൊന്നല്ല, നമുക്ക് ഫോർസ കളിക്കാം ഗൈസ്. കുറച്ച് നേരം ഞാനൊരു 1 hour ഉണ്ടാവുള്ളൂ മാക്സിമം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ രാത്രി വരാം. രാത്രി ഞാൻ എന്തായാലും വരും. രാത്രി ഒരു 9 അല്ല 10 10:30 ആകുമ്പോൾ ഞാൻ എന്തായാലും വരും. എന്നിട്ട് നമുക്ക് RP ആയിട്ട് കുറച്ച് നേരം ഇതാക്കിയിട്ട് നാളെ തൊട്ട് പ്യൂറായിട്ട് നമുക്ക് കയറാം. ഓക്കെ, ബാക്കിയുള്ള റിക്രൂട്ട്മെന്റ്സിനെ പറ്റിയൊന്നും നിങ്ങൾ ചോദിക്കണ്ട. റിക്രൂട്ട്സ് വരും, അത്രയും എനിക്ക് പറയാനുള്ളൂ. മാലിക്കില്ലേ ഇതിന് ഫോർസൊക്കെ? വിപ്സിനൊന്ന് വിളിച്ചാണ് ഡബിളേക്ക്. വിപ്സിയും ഉണ്ട്. ഞാൻ വാട്സപ്പിൽ ഓക്കെ 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 ഓക്കെ, വിട് വിട് വിട്, മതി. കഴിഞ്ഞു. വി നീഡ് എ ബെറ്റർ റീപ്ലേസ്മെന്റ്. റിക്രൂട്ട്സ് വരും, നല്ല റിക്രൂട്ട്സ് വരാണ്ട്. വെയിറ്റ് ചെയ്യും. അത് ഗ്യാങ് പോകട്ടെ. എടാ W തുർബോ കുണ്ണെ, നീ എവിടുന്ന് വന്നാന്നുള്ളത് എനിക്ക് നല്ല അറിയാം കുണ്ടച്ചു മോനെ. അതുകൊണ്ട് നീ എൻ്റെ ലൈവിലിരുന്ന് അധികം കൊണക്കല്ലേ, മനസ്സിലായ? എൻ്റെ ചാറ്റിലിരുന്നിട്ട് കുറി മോനെ തെറി പറയിപ്പിച്ചണ്ട. ഞാനിപ്പം 2-3 ദിവസമായിട്ട് ഞാൻ വരാതെ വന്നിട്ട് എൻ്റെ തൊള്ള കിടക്കണ വെറുതെ കേൾക്കണ്ട. ഇയാളെന്ത് ടോക്സിക് അല്ലേ? എന്തും മനുഷ്യനാണ്. ഇല്ല, ഞാൻ പൊതുവേ ഒരു നന്മക്കുണ്ണയാണ് എന്നുള്ളൊരു സാധനം ഉണ്ട്. ഞാൻ മാറ്റിത്തരാം. ഞാൻ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യ്. വാട്സപ്പ് ഒന്ന് നോക്കാൻ ഒരു പരിഹാരം ഉണ്ടാക്കോ പെട്ടെന്ന്? ഞാൻ ഒരു കാര്യം പറയാം. വാട്സപ്പൊക്കെ കറക്റ്റ് മോണിറ്റർ ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. വാട്സപ്പ് ഈ പറഞ്ഞ പോലെ ഈ ആവശ്യമില്ലാത്ത കുറേ OC ടോക്സും അതേപോലെ OC സ്റ്റിക്കേഴ്സ് ഇടുന്ന പരിപാടി ഉണ്ട്.
നിങ്ങൾ ഈ ഇൻ ഗെയിമിലെ ക്യാരക്ടേഴ്സിന്റെ ഓരോ സാധനം ഇടുന്ന പോലെയല്ല ഈ ഓരോരുത്തരെ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇപ്പം നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയത്. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 5-8 മാസമായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5-6 വർഷമായിട്ട് ഗ്രൂപ്പുകൾ കൊണ്ടുനടക്കുന്ന ആൾക്കാരെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും ഈ പറയുന്ന പോലെ ഒരു പേഴ്സണൽ IRL ഫോട്ടോസോ അല്ലെങ്കിൽ ഇത് വെച്ച് കണ്ട ഒരു സാധനം നടത്തുന്നില്ല. നമ്മൾ ഫാമിലി ഗ്രൂപ്പുകളിൽ മാത്രം ഈ ഓരോ ആൾക്കാരെ ഫേസും അതും ഇതൊക്കെ വെച്ച് കണ്ട് മോശം പരിപാടികൾ ചെയ്യണത്. അത് നിർത്തണം. അതൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്യാൻ പോവാണ്. അത് എന്തായാലും നമ്മളൊരു 15-20 ദിവസം കൊണ്ട് എല്ലാം കംപ്ലീറ്റ്ലി അത് റൂളാക്കി കണ്ട് തന്നെ മാറ്റി പയ്യെ അത് നമ്മൾ മാറ്റിയെടുക്കും. കാണിച്ചു തരാം. അങ്ങനത്തെ പരിപാടി. എടാ ഇത് എന്തൊരു കഷ്ടാന്നടാ. ഇതിൻ്റെ ഉള്ളിൽ കൊള്ളൂല്ല പണ്ടറങ്ങാൻ. ഇതൊക്കെ നോക്കാതെയാണ് വെറുതെ. ഞാനൊന്നും ടൈം ഇട്ടില്ല. ഇനി പപ്പ് എന്തിനാ വിളിച്ചത്? ആൾവേസ് ഡിസപ്പോയിൻമെന്റ്. സ്റ്റാർട്ടിങ്ങിലേ ആയുള്ളൂ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. അത്രേ പറയുന്നുള്ളൂ. സൗണ്ട് പോയെന്ന് തോന്നുന്നു. മൈക്കിൽ എന്തെങ്കിലും പ്രശ്നം. ഹലോ. അതന്നെ, നമുക്കൊരു ഡൗൺ ടൈം വരുമ്പോൾ ആരൊക്കെ എത്ര പേര് കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയാലോ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഇതൊന്നും ആലോചിച്ച് ഇവിടെ ആരും നിൽക്കണ്ട. നമ്മളെ കോണ്ടന്റ് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ മാത്രം ഇവിടെ വന്ന് നിന്നാൽ മതി. അല്ലാത്ത ഒരുത്തനും ഇവിടെ വരണമെന്നില്ല. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ, ഇത്രേ നമുക്ക് പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അർഷി വീഡിയോ കണ്ടടാ. കിടിലം വീഡിയോ. ഹലോ, ഞാൻ ലൈവാടാ. പറ. ഞാൻ മ്യൂട്ട് ചെയ്യണോ? ലൈവ് മ്യൂട്ടാ? ലൈവ് മ്യൂട്ടാണോ? ആ മ്യൂട്ടാ. RG7 വ്യൂവേഴ്സ് ആൾവേസ് ഡിസപ്പോയിന്റഡ്. ശരിക്കും ഒന്നേ പറയാനുള്ളൂ. പുള്ളി പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആള് ചാറ്റ് കണ്ടിട്ട് ഫിഗറായിട്ട് എന്ന് പറഞ്ഞാൽ വരാൻ തുടങ്ങും. ഞാൻ പുള്ളി പറഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ പുള്ളി ഇതാക്കിയതിൻ്റെ പേരിലോ ഡിസ് എടുക്കുന്ന ഒരാളല്ല, മനസ്സിലായോ? പുള്ളിനോട് റെസ്പെക്റ്റ് ഉള്ളൂ. പുള്ളി പറയുന്ന കാര്യങ്ങളിൽ വാലിഡ് കാര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസ് എടുത്തത്. അല്ലാതെ പുള്ളി പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമല്ല. അല്ലെങ്കിൽ പുള്ളി അങ്ങനെ ഇങ്ങനത്തെ ഒരു സാധനം എടുക്കണ്ടെന്നും പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി നമ്മൾ എടുത്താലും എടുത്തില്ലെങ്കിലും പുള്ളിനെ സംബന്ധിച്ചാവുന്നൊരു വിഷയമേ അല്ല പുള്ളിക്ക്. പിന്നെ എന്തിന് നമ്മൾ അങ്ങനെ ഇതാക്കണം? എടാ ഞാൻ ഇതെന്താ ഓണാക്കാനുള്ളൂ? ഇനി എന്താ സ്റ്റാർട്ട് ആവാത്ത? കണക്ഷൻ കൊടുത്തല്ലോ. ബ്ലേക്ക് ഒന്ന് റെഡിയാക്കി താടാ. വെയിറ്റ് ചെയ്യാം, ഒറ്റ മിനിറ്റ്. 2 പേര് ഊമ്പിക്കലല്ലേ ഇങ്ങനെ. ഞാൻ മറ്റേ ഇത് രണ്ടും കിട്ടിയാ മതി ലോഗിൻ ചെയ്യാനായിട്ട്. നീ വേറെ ഒന്നും ചെയ്യണ്ട, ബാക്കി ഞാൻ ചെയ്തോളാം. വേറെ ഏതെങ്കിലും എന്റെ വേറൊരു ഫാമിലി അക്കൗണ്ട് അത് സൈൻ ചെയ്യാൻ പറ്റുമോ നോക്ക് നിനക്ക്? എടാ ഇവിടെ ആരും ഞാൻ ഓണർ അക്കൗണ്ട് വേണം. ഇല്ല ഞാൻ ഒരു കാര്യം പറ്റും, ഞാൻ എന്റെ അക്കൗണ്ട് തരട്ടെ എന്നാ. ഫാമിലി ആക്കാനോ? ആ പക്ഷെ അപ്പോഴും നിന്റെ ID പാസ്വേഡ് നിനക്ക് അറിയില്ലോടാ. ഇല്ല നീ ചെയ്തു. ഇനിയിപ്പോ ID തപ്പിട്ട് മുമ്പാ നിന്നിട്ടൊരു കാര്യമില്ല കേട്ടോ. പോയതാണ്, ഞാൻ പറയരുത്.
ID പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഞാൻ ഷെയ്ക്കാടെന്ന് മേടിച്ചോളാം. ഷെയ്ക്കാട് ഇതൊന്ന് നോക്കിയേ, വാട്സപ്പ് നോക്കി റെഡി ആക്കി തന്ന വേഗം. എന്തുവാ അതെങ്ങനെ തരാ എനിക്ക് അറിയില്ലടാ. അത് എന്താ അതിന് സംഭവം തന്നാ മതി. എനിക്ക് ഐഡിയും പാസ്വേഡും മാത്രം തന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. വെയിറ്റ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ആകെ ഞാൻ ഡിസപ്പോയിൻമെന്റ് ആയാലും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഗ്യാങ് ഫോം ആവാത്ത ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയാൽ മതി. അതിന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. കൂടെ നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അത്രയും കൂടെ നിൽക്കുന്ന ഉറപ്പുള്ള കുറച്ച് ആൾക്കാർ, ഞാൻ പറഞ്ഞതാണ് മുമ്പേ, എത്ര പേർക്കും ആണെന്നുണ്ടെങ്കിലും പോവാം, അതിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഇതെന്താ വി ഹാവ് ഡിറ്റക്റ്റഡ് ദ ഫോളോയിങ് ഹാർഡ്വെയർ ഇഷ്യൂ, യുവർ ഗ്രാഫിക് ഡ്രൈവർ ഈസ് ഓൾറെഡി അപ്ഡേറ്റ് ഗ്രാഫിക്സ് ഡ്രൈവർ NVIDIA പോയിട്ട് ക്വിറ്റ്. എടാ ഇതിപ്പോ മിഞ്ഞാന്നല്ലേടാ ഞാൻ ഇതൊക്കെ സെറ്റാക്കിയത്, പിന്നെ എന്തുവാടാ എന്നെ ഇങ്ങനെ ഊമ്പിക്കുന്നേ? NVIDIA ഓപ്പൺ ചെയ്തു. എന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത് ചുമ്മാ? അതെ, അത്രേ ഉള്ളൂ. ദർ ഇസ് നത്തിങ് റോങ്. നമ്മളൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാലോ, എൻ്റെ അടുത്ത് പല പ്രൂഫ് അടക്കം എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് നെഗായ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ ഡിസിഷൻ വേണ്ട എന്ന് വെച്ചത്. അത് എനിക്ക് ലൈവിലിരുന്ന് കണ്ട് പറയാനോ ഇതാക്കാനോ താല്പര്യമില്ല. വൺസ് എനിക്കത് പറയേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അത് എനിക്ക് കാണിച്ചു തരേണ്ടി വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാളും ഞാനെടുത്ത ഡിസിഷൻ തെറ്റാണെന്ന് പറയൂല. അത് എനിക്ക് ഉറപ്പാണ്. അത് നിങ്ങൾക്ക് പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് എനിക്ക് ലൈവിൽ വന്നിരുന്ന് അനാവശ്യമായിട്ട് പറഞ്ഞാണ്ട് ആർക്കും ഒരു ഹെയ്റ്റ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം അത് മനസ്സിലാക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ ലൈവിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ, നൈറ്റ് വരും. നൈറ്റ് നമുക്ക് RP ആയിട്ട് വരും. ഞാൻ ചുമ്മാ ഈവനിങ് വെറുതെ ഒന്ന് ഈ ഇത് ഗ്രൈൻഡ് ചെയ്യാന്ന് കരുതി കണ്ടു വന്നതാ. വിപ്സിനൊന്ന് വിളിച്ചാണടാ. ബ്ലേക്കേ, എനിക്ക് മറ്റേ വാട്സ്ആപ്പ് കോൾ മാത്രമേ വർക്ക് ആവുള്ളൂ. അത് മറ്റേ VPN ഓൺ ആക്കണം. എന്റെ നമ്പറില്ലേട്ടാ, ഗ്രൂപ്പിലൊന്ന് വിളിയടാ കുണ്ണാളെ. എന്തുവാ നിങ്ങൾ? ഉത്തരവാദിത്തമുള്ള മെമ്പറാണ്, അറിയാലോ. ഇതെന്താ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചോനെ? ഇങ്ങനെ ഒരു നശി എടാ, എനിക്ക് ഇതിന്റെ ഐഡിയും പാസ്വേഡും അറിയില്ല കേട്ടോ മാലിക്കേ. എന്ത് കഷ്ടാണ് എന്റെ കാര്യത്തിൽ മാത്രം എന്താ നിക്കലേ. ടാക്കോയി, താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. RP കോച്ച് ചെയ്യുന്ന പോലെ ഡിസിഷൻസ് ആൾസോ കോച്ച് ചെയ്യല്ലേ ചാറ്റ്. there may be reasons for the decisions. chill. 100%. അതാണ് അതിന്റെ സത്യം, മനസ്സിലായോ? നമ്മൾ ചുമ്മാ നമുക്ക് കിട്ടാവുന്ന നല്ല പ്ലേയേഴ്സ് ബേസിൽ നല്ല പ്ലേയേഴ്സാണ്. പിന്നെ ഞാൻ ആ ഡിസിഷൻ വേണ്ടാന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ റീസൺസ് ഉണ്ട്. അല്ലാതെ ആരെങ്കിലും പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതാക്കിയതിൻ്റെ പേരിലോ കൺവിൻസ് ആക്കിയതിൻ്റെ പേരിലല്ല. ഇത്രയും കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുമ്പോൾ അത് വേണ്ടാന്ന് വെച്ചോ, അത്രേ ഉള്ളൂ. അതിൽ വേറെ നോ ഹെയ്റ്റ്, ആരായിട്ട് ഒരു ഹെയ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. മാലിക്കൊന്ന് ട്രാക്ക് ചെയ്താണ് അവന്മാരെ. ഫ്ലഫിയോടെ പോയി. വെൻ ഗ്യാങ് ഫോമിങ് ഗ്യാങ് ഫോം ഞാൻ പറഞ്ഞില്ല ഓൾറെഡി. എന്തായാലും 1-2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു അപ്ഡേറ്റ് കിട്ടും. ഗ്യാങ് എന്തായാലും ഫോം ആവും ഗൈസ്, അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാക്ട് ടൈമൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എനിക്ക് അങ്ങനത്തെ കറക്റ്റ് ഒരു അപ്ഡേറ്റ് തരാനുള്ളൊരു അങ്ങനത്തെ ഒരു സ്റ്റേജ് അല്ല ഇപ്പം. ഫ്യൂച്ചറിൽ തരാം, അത്രേ പറയാൻ പറ്റുള്ളൂ. അതുവരെ നിങ്ങൾ RPs എന്തെങ്കിലും നല്ല രീതിക്ക് എൻജോയ് ചെയ്യും. നമ്മൾ എത്ര കാലമായി, ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പേ പറയില്ല, നമ്മൾ കുറേ ബിസിനസ് RP ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്ന് കരുതിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇതെന്താടാ മാലിക്ക് ഇത് ബ്ലാക്ക് സ്ക്രീനിൽ നിൽക്കണേ? ഗ്രാഫിക്സ് ഡ്രൈവർ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. എന്തുവാടാ ഇത്? എവിടെയാണ് ഈ ഗ്രാഫിക്സ് ഡ്രൈവർ ഒക്കെ? NVIDIA പോയിട്ട് ചെയ്യണത്. ഇതെന്തത് കണക്ഷനാ?
ഇന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണല്ലേ, എന്തൊരു കഷ്ടാന്നതല്ല. ഇതൊക്കെ എന്ത് സാധനം? എന്റെ പി സി ആരെ ഹാക്ക് ചെയ്തൊന്നുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്തിട്ട് എടാ ഞാൻ ഇപ്പൊ 4 ദിവസം മുമ്പ് ഇത് കളിച്ചാലടാ, പിന്നെ എന്തുവാ ഇപ്പൊ ഒരു ഇഷ്യൂ? എവിടെയും 4 ദിവസം മുമ്പ് ഇല്ലാത്ത ഇഷ്യൂ ആയിരിക്കും ഇപ്പൊ വന്നിട്ടുണ്ടാവുക, മനസ്സിലായോ? വലിയ സംഭവമാക്കി പറഞ്ഞതാ. അപ്പം DC നോക്ക്, എന്തുവാ DC എന്തുവാ DC പറഞ്ഞ് ചാകുന്ന എന്തിനാ പടച്ചോനെ? ശരിക്കും പ്ലീസ് എക്സ്പ്ലെയിൻ. ഫ്ലഫിനെ കൊണ്ട് ദാമുനെ വിളിച്ച് എന്നിട്ട് ദാമു ഇപ്പൊ വേണ്ടാന്ന്. ഇതൊക്കെ എന്താണ്? ദാമു സജസ്റ്റ് ചെയ്ത പ്ലേസ് പറഞ്ഞ് ഷെയ്ക്ക് പറഞ്ഞു 4 പ്ലേസ് മതി എന്ന്. മൺഡേ ഗ്യാങ് ഫോം ആവുമെന്ന് വിചാരിച്ച് അവർ ഇറങ്ങി. ഇപ്പം വേണ്ടാന്ന്. നമ്മൾ നിങ്ങളുടെ സപ്പോർട്ടേഴ്സ് ആണ്, നിങ്ങൾക്ക് നല്ല ക്ലാരിഫിക്കേഷൻസ് വേണം. നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഹെയ്റ്റ് പോകും. എനിക്ക് അങ്ങനെ വെറുതെ ഒരു ഇൻറ്റൻഷനലി ഹെയ്റ്റ് കൊടുക്കാൻ താല്പര്യമില്ല. ഇനി ഇൻറ്റൻഷനലി ഹെയ്റ്റ് കൊടുപ്പിക്കാൻ ഇൻറ്റൻഷനലി ഹെയ്റ്റ് എന്തായാലും കൊടുക്കുന്നില്ല. ഇനി ഹെയ്റ്റ് കൊടുപ്പിച്ചേ പറ്റുള്ളൂ. നിന്റെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ ദ പ്രോപ്പർ റീസൺ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം അത് കറൻ്റ്ലി എന്തായാലും ഇത്ര അറിഞ്ഞാൽ മതി. നമ്മുടെ സ്ട്രീറ്റിൽ പവർഫുൾ ഈ തീട്ട കേസൊന്നും കഴിഞ്ഞില്ലേ തരാം. എന്തൊക്കെയായിരുന്നു പടക്ക കടക്ക് ദാഹവ ലോക ബിക്കോസ് ഓഫ് ദ സിനിമാറ്റിക്സ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വീഡിയോ ഞാൻ കണ്ടു. ഇപ്പം മറ്റേ KVN അല്ലേ, KVN അടിച്ച് ഇതാക്കുന്ന പറഞ്ഞ എന്തോന്ന് 480+ സ്പീഡ്. നമ്മൾ 300+ ആയപ്പോൾ വണ്ടി ഫുള്ള് മാറ്റി. ഇതൊക്കെ നിങ്ങൾ സെർവറിൽ റിപ്പോർട്ട് ചെയ്യേ. ഇല്ല അപ്പം ഞാൻ എന്തിനാ ഇതിനൊക്കെ അഭിപ്രായം പറയാൻ? കോഡ് പപ്പുവിനെ പറ്റി പറഞ്ഞത് എടാ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുതേ. ഇവനുണ്ടല്ലോ, ഇവൻ ക്രിമിനലാണ്. ഇവൻ കള്ളക്കടയാടി. ടീച്ചറിനെ മറ്റേ പപ്പു ഭയങ്കര ബാഡായിരിക്കും ഓൾറെഡി. ഞാൻ പറഞ്ഞേ എന്റെ മുമ്പി ഞാൻ ലൈവ് ഉണ്ടാക്കി പോവാന്ന്. ഇതെന്ത് കഷ്ടാ നോക്കണേ പടച്ചോനെ. അങ്ങനെയല്ല ശരി. എന്റെ ഒരു അണ്ടിയും വർക്കാവുന്നില്ല, അതന്നെ പ്രശ്നം. അണ്ടി വർക്കാവുന്നില്ല അതല്ല പറഞ്ഞത്. ഇത് അതല്ലടാ. അത് വർക്കാവാത്ത സ്ക്രീൻ ഷെയർ ഇട്ടിട്ട് കാര്യം. ടക്കായി 1v5 ഞാൻ കണ്ടില്ല. ടക്കായിന് 1v5 ഇവിടെ ഒലക്കത് അതുകൊണ്ട് കൂട്ടിങ്ങി ഞാൻ. എന്നിട്ട് എവിടെയാണ് അതൊക്കെ? ഇതൊക്കെ ലൈവിലിരുന്ന് ഇതൊക്കെ റെഡിയാക്കാൻ എന്ത് എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ ഒരു മൂഞ്ചി അവസ്ഥ. ചെക്ക് ലൈവ് റൈറ്റ് നവോ. എവിടെ? യൂട്യൂബിലാണോ ഇവൻ? കിക്കില് മോശേ.